കഴകക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ആ ചാട്ടക്കാരുടെ കാല് നിരങ്ങാൻ പോയിരിക്കുന്നു. എന്റെ മകളുടെ ജീവിതത്തിന് വേണ്ടി ആരുടെ പാദം നിറങ്ങാനും എനിക്കൊരു മടിയില്ല. ഡാഡിയുടെ മനസ്സ് മാറാൻ എന്റെ മക്കള് പ്രാർത്ഥിക്ക്. ഉം. അമ്മാവ, ഞാൻ എനിക്ക് എന്റെ മൃദുലയും കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം. ഞാൻ നിരപരാധിയാ. ചത്താപ്പോലും അവളെ കാണാൻ പോയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കഴകക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ആ ചാട്ടക്കാരുടെ കാല് നിരങ്ങാൻ പോയിരിക്കുന്നു. നിങ്ങൾക്ക് നാണം ഉണ്ടോ മനുഷ്യ? മതി, നിർത്ത്. കുടുംബത്തുള്ളവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ഒട്ട് ചെയ്യേയില്ല. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനം മാറ്റി ഇന്ന് ഞാൻ എൻ്റെ പെങ്ങളെ കാണാൻ പോയതേ എൻ്റെ മകൾക്ക് വേണ്ടിയാ. എൻ്റെ മകളുടെ ജീവിതത്തിന് വേണ്ടി ആരുടെ പാദം നിറങ്ങാനും എനിക്കൊരു മടിയില്ല. ഓ, എന്നിട്ടിപ്പൊ എന്തായി? പൊന്നാങ്ങളെ പറഞ്ഞതുപോലെ പെങ്ങള് കേട്ടോ? കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. വേണുവിനെ കാണാൻ പറ്റിയില്ല, എന്നാലും ദേവുവിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾ വേണുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഊർമിളയെ പറഞ്ഞയക്കും. എന്റെ മോൾക്ക് ജീവിതം തിരിച്ചു കിട്ടും. ഇനി ആർക്ക് വേണം ആ വൃത്തിയേട്ടം വെച്ച് നീട്ടുന്ന ജീവിതം? കണ്ട അഴുക്കിയാലൊക്കെ ചവിട്ടി നടന്നിട്ട് എല്ലാം കഴിഞ്ഞ് കയറി വരുമ്പോ കാല് കഴുകി എതിരേൽക്കാനൊന്നും എന്റെ മോളെ കിട്ടില്ല. പത്മം, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? സ്വന്തം മകളുടെ ജീവിതം തകർന്നാലും നിനക്ക് നിന്റെ വാശി ജയിക്കണം അല്ലേ? എങ്ങനെയും വിളക്കി ചേർക്കാൻ പാടുപെടുമ്പോ തല്ലി തകർക്കാനാ നിനക്ക് മോഹം. കഷ്ടം. നിങ്ങളെങ്ങും ഒന്നിനു കൊള്ളില്ല. മുഖത്തടിച്ചാലും ഇളിച്ചോണ്ട് പിന്നാലെ നടക്കും. ആണുങ്ങളായാലേ കുറച്ചൊക്കെ ഉശിരി വേണം. ഇങ്ങനൊക്കെ വഴിവിട്ട് സഞ്ചരിച്ച കൈയും കാലും തല്ലി ഓടിക്കാനേ ആളുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കണം. അതിനൊന്നും നിങ്ങൾ പോരാ. ഞാൻ അപ്പുനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്നോ നാളെ അവനിങ്ങെത്തും. ഈ കണ്ടെന്നുവേ ഒരു കാഴ്ചയല്ല, അവൻ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ.
അമ്മേ, നമ്മൾ എന്നാ അമ്മേ നമ്മുടെ വീട്ടിൽ പോകുന്നേ? അമ്മേ, എന്താ? നമ്മൾ എന്നാ അമ്മേ നമ്മളെ വീട്ടിൽ പോകുന്നേ? ഡാഡി വന്ന് വിളിക്കട്ടെ. അന്ന് വിളിച്ചല്ലോ. അത് ഡാഡി നമ്മളോടൊന്ന് വഴക്കിട്ടില്ലേ, അതുകൊണ്ടാ. ഡാഡിയുടെ മനസ്സ് മാറാൻ എന്റെ മക്കള് പ്രാർത്ഥിക്ക്. മനസ്സ് മാറുന്ന എന്തിനാ? അതേ, ഡാഡിയുടെ ദേഹത്തെ ഒരു ബാധ കൂടിയിരിക്കുക. അത് പോകാതെ നമ്മൾ അങ്ങോട്ട് പോവാൻ പാടില്ല. ഭൂതമാണോ? പേടിക്കണ്ട, അത് നമ്മളൊന്നും ചെയ്യില്ല. ആ, മക്കൾ ഉറങ്ങിക്കോ. അമ്മാവ, എനിക്ക് എന്റെ മൃദുലയും കുഞ്ഞുങ്ങളെയും ഒന്ന് കാണണം. ഞാൻ നിരപരാധിയാ. എല്ലാം ഞാൻ പറയാം. എന്നിട്ട് തീരുമാനിക്ക് ഞാൻ തെറ്റുകാരനാണോന്ന്. മൃദുലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കാം. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മറക്കാം. പക്ഷെ ആദ്യം അവളെ പറഞ്ഞു വിടണം. മൃദുലേ, അത് ഇറക്കി വിട്ട കയറി ചെല്ലാൻ ഒരിടമില്ലാത്ത അവസ്ഥയാ ഊർമിളയ്ക്ക്. അതുകൊണ്ടാ ഞാൻ. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. അവരെല്ലാം നീ നിന്റെ വീട്ടിൽ കയറ്റി പൊറപ്പിക്കോ? പത്മ, നിർത്ത്. അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കട്ടെ. നീ അതിന്റെ ഇടയ്ക്ക് കയറണ്ട. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ച ഞാൻ ആണേടാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാലാകാലം ആ കുട്ടിയെ പോറ്റാനല്ല കൂട്ടിക്കൊണ്ടുവന്നത്. ഭർത്താവ് മരിച്ചറിഞ്ഞ് വീണുപോയതാ. മനസ്സിന്റെ താളം തെറ്റിപ്പോയി. എന്നെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഊർമിള. ഈ നിലയിൽ ഞാൻ എങ്ങനെ? എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിട്ടു. പീറ്ററിന്റെ വീട്ടിലാക്കിയിരിക്കെ. പീറ്റർ ഇറക്കി വിട്ടാ നാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ലാന്ന് എന്താ ഉറപ്പ്? എനിക്ക് പറയാൻ കഴിയില്ല. നാളെ വേറൊരിടം കണ്ടില്ല. ചിലപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കും. പിന്നെ എന്റെ മോക്ക് പിടിപ്പത് ജോലിയായി. ഞാൻ അഭയം കൊടുത്തത് ഒരു മനുഷ്യ ജീവിക്കാൻ. അത് പെണ്ണായി പോയതുകൊണ്ട് മനോരോഗിയായ അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല. സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നവരെ ഊർമിളയെ ഞാൻ സംരക്ഷിക്കും. അതെന്റെ കടമയാണ്. എനിക്ക് കേട്ടോ, രണ്ടിലൊരാളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ അവൾ. ഈ തീരുമാനം മാറ്റുന്ന പ്രശ്നമില്ല. മോളിങ്ങനെ വിഷമിക്കാതെ. എനിക്ക് തോന്നുന്നത് ഈ വരവ് ഒരു നല്ല സൂചനയായിട്ടാ. എല്ലാം കലങ്ങി തെളിയും. നിന്നോടും കുട്ടികളോടും സ്നേഹമില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ. അവൻ പറഞ്ഞത് സത്യമാണെന്ന എന്റെ വിശ്വാസം. നുണ പറയുന്നത് കണ്ടാലറിയാം. അവളെ കൈവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ അച്ഛാ? ആ, കേട്ടു. അത് നമ്മുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി?
മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യാത്തത് കൊണ്ടാ. മോള് വിഷമിക്കണ്ട. അച്ഛൻ നാളെ വേണുവിനെ പോയി കാണാം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞാൻ പറഞ്ഞാൽ അവൻ ആ കുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടും. വേണേ ഞാനും ഊർമിളയുടെ വീട് വരെ പോവാം. എല്ലാം ശരിയാവും. മോള് വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ പോയി കിടന്നുറങ്ങും. ചെല്ലേ. ഈശ്വര. ഊർമിളെ, ഊർമിളെ, കിടക്കുന്നില്ലേ? ഏ? ഉറങ്ങുന്നില്ലേന്ന്. എന്താ? ഉറങ്ങണ്ടേന്ന്. ഹരിയേട്ടൻ എവിടെ പോയതാ? പരിചയമില്ലാത്ത സ്ഥലമല്ലേ? എവിടെ പോയതാണോ ആവോ? ഹരി വരും. ഊർമിള മരുന്ന് കഴിച്ചോ? ഇല്ല. എന്തിനാ മരുന്ന് കഴിക്കുന്നേ? എനിക്കൊരസുഖമില്ല. ഇല്ല, പക്ഷെ ഊർമിള മരുന്ന് കഴിക്കണം. അത് ഊർമിളയ്ക്ക് വേണ്ടിയല്ല, വയറ്റിൽ വളരുന്ന കുട്ടിക്ക് വേണ്ടിയാ. അയ്യോ, ഞാനത് ഓർത്തില്ല. നാളെ കഴിച്ചോളാം. അയ്യോ, അത് പോരാ. മരുന്ന് മുടങ്ങാതെ കഴിക്കണ്ടേ? ഞാൻ എടുത്തുതരാം. ഊർമിള കഴിക്കേ. വേണ്ട. പ്ലീസ് ഊർമിള കഴിക്കേ. ഊർമിള പ്ലീസ്. ആ. ഇത് കൂടി കഴിക്കണം. അതെ, മരുന്ന് കഴിക്കാനുള്ളവര് വേണമെങ്കിൽ എടുത്തു കഴിച്ചോളും. ഉരുട്ടി വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഇത് ഇള്ള കുട്ടിയൊന്നും അല്ലല്ലോ. മോളി, കാര്യം അറിയാതെ വെറുതെ ഓരോന്ന് പറയരുത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെയാ. കൂട്ടുകാരനോ അധോഗതിയായി. ഇനി അച്ചായന് ചുമക്കണോ ഈ ഭാരം? മോളി പ്ലീസ്, നീ എന്താ ഇങ്ങനെ നിലവാരമില്ലാതെ സംസാരിക്കുന്നത്? എനിക്ക് വലിയ നിലവാരമൊന്നുമില്ല. എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും വലിയ സ്വാർത്ഥയാ. നമ്മുടെ ജീവിതത്തിൽ വേറൊരു പെണ്ണ് വന്ന് കയറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ഒരു രാത്രി കിടക്കാൻ ഇടം കൊടുത്തു എന്ന് വെച്ച് ഉടനെ ജീവിതത്തിലേക്ക് കയറി വരൂ. നിനക്കെന്താ വട്ടായ മോളി? എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ വട്ടുപിടിക്കും. നിങ്ങൾ എന്തിനാന്നേ ഈ പെണ്ണിനെ കൊണ്ട് നടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്കണം. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, വേണോ അമ്പിനും വില്ലിനും അടിക്കില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിന് വേറെ വല്ല കാരണം ഉണ്ടാവും. അയാളെ സഹായിക്കാൻ നടന്ന് നടന്ന് ഈ കുരിശ് നമ്മുടെ തലയിലേക്ക് കയറി വരരുത്. മൃദുലെ പോലെ ക്ഷമയൊന്നും എനിക്ക് കിട്ടിയെന്ന് വരില്ല. എന്റെ ശവമേ നിങ്ങൾ കാണൂ. മോളി, ഇറങ്ങ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പീറ്ററെ, താനിങ്ങി വന്നേ. താൻ എന്നോടൊന്നും വിചാരിക്കരുത്. തനിക്കറിയാലോ, ഒരു തനി മൂരാച്ചി ക്രിസ്ത്യാനി കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവൾക്ക് ഈ മോഡേൺ ലൈഫിന്റെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ തലേ കയറില്ല. ആണും പെണ്ണും അന്യരാണെങ്കിൽ സംസാരിക്കുന്നത് പോലും പാപമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടര. അത് ഇന്നലെ രാത്രി അവളെ മോളി എനിക്ക് സ്വൈരം തന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എടഞ്ഞാ മഹാ വിടക്ക് സ്വഭാവം അവളുടെ.
അതുകൊണ്ട് ഊർമിള ഇനി അവിടെ നിർത്താൻ ബുദ്ധിമുട്ടാ അല്ലേ? അതെ. പക്ഷേ ഇവിടെ കൊണ്ടിറക്കിയിട്ട് തടി തപ്പാനല്ല ഞാൻ വന്നത്. താൻ റെഡിയാകും. നമുക്ക് ഊർമിളയുടെ വീട് വരെ ഒന്ന് പോവാം. എന്തിന്? നമുക്കവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നേരെ ചൊവ്വേ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർക്ക് ഇതിന് ശാശ്വതമായ തീരുമാനമെടുക്കാൻ പറ്റൂ. വേണ്ട. ഊർമിളയെ ഈ കണ്ടീഷന് വീട്ടിൽ കൊണ്ടാക്കുന്ന പ്രശ്നമില്ല. സ്വബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നോ. ഇത് വലിയ റിസ്ക്കാണ് വേണു. താൻ കരുതുന്ന പോലെ അല്ല. ഊർമിള ഇപ്പോൾ ഒരു മനോരോഗിയാണ്. 24 മണിക്കൂറും തനിക്ക് ഈ പെണ്ണിന്റെ പുറകെ നടക്കാൻ പറ്റൂ. എന്തൊക്കെയായാലും ഒരു അന്യന്റെ ഭാര്യ. ഒരു പുരുഷൻ സ്ത്രീയെ പരിചരിക്കുന്നതിനൊരു പരിധിയുണ്ട്. എനിക്കറിയാം. അതിനൊക്കെ ഒരുപാട് മാർഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്താ തന്റെ ഭാവം? എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാനാ? ഇവിടെ, എന്റെ വീട്ടിൽ. ഇവിടെ താമസിപ്പിക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. ഊർമിളെ വാ. ഹായ് ഹരിയേട്ടൻ. ഇന്നലെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കളഞ്ഞല്ലേ? വാ. വേണു, വേണു.